കർത്താവ് നിശ്ചിതമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിശേഷാൽ നന്ദി അർപ്പിക്കുന്നു. വളരെ താല്പര്യത്തോടെ ദൈവത്തിന്റെ വചനം പഠിക്കുകയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വളരെ വാഞ്ചയോട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും വിശേഷാൽ ഞാൻ അഭിനന്ദിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചു വന്നത് പ്രായോഗിക സുവിശേഷീകരണം എന്നുള്ളതായിരുന്നല്ലോ. അതിൻ്റെ 6 ക്ലാസ്സുകൾ, 7ഓളം ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ക്ലാസ്സുകളെല്ലാം യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കാൻ അവസരമുണ്ട്. സെമിനാരി, ഓൺലൈൻ സെമിനാരിയിൽ പഠിക്കുന്ന അനുഗ്രഹീതരായ വിദ്യാർത്ഥികളായ നിങ്ങളെ കൂടാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ ക്ലാസ്സുകൾ ധാരാളം പേർ കേൾക്കുകയും അവരുടെ ജീവിതത്തിന് ഒത്തിരി ശുശ്രൂഷയിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി കുറച്ചുകൂടെ തിരുത്തൽ വരുത്തുവാനും വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ ലഭിച്ച് തികഞ്ഞ സമർപ്പണത്തോടെ പലർക്കും ചുവടുവെപ്പാൻ ഇത് സഹായമായി തീരുന്നു എന്നും വാട്സപ്പിൽ എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നു. അവരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് ചിന്തിക്കുന്നത് ലക്ഷ്യം തെറ്റിയ മനുഷ്യരും ലക്ഷ്യമുള്ള മനുഷ്യരെയും നാം തിരിച്ചറിയണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം ചുവട് വെക്കുന്നതിന് മുമ്പായി നാം വളരെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഓരോരുത്തരും കർത്താവിനെ അനുഗമിക്കുന്നത് വ്യത്യസ്തമായ പ്രതീക്ഷയോടുകൂടിയാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, ഒരുവന്റെ വിളി വ്യക്തമാണെങ്കിൽ അവന്റെ വഴിയും വ്യക്തമായി. എഴുതി വെക്കണം. വിളി വ്യക്തമാണോ, നിങ്ങളുടെ വഴിയും വളരെ വ്യക്തമായിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ജനങ്ങൾ ഒരു വശത്ത് വളരെ താല്പര്യത്തോടെ സ്വീകരിപ്പാനിടയായി. എന്താ കാരണം? യേശുവിൻ്റെ കൂടെ നടന്നാൽ രോഗിയായവരെല്ലാവരും സൗഖ്യമാകുന്നു. പിന്നീട് ആ രോഗം അവരെ അലട്ടാൻ ഇടവരാതെ മുന്നോട്ട് പോകാൻ ഉള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയും അവർക്കുണ്ടാകും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നാൽ സൗഖ്യം ഉറപ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ അനുഗമിച്ചവർ ഒരു പക്ഷേ കണ്ടേക്കാം. 2, യേശുവിൻ്റെ കൂടെ നടന്നാൽ ആഹാര പ്രശ്നം ഒരു പ്രശ്നമല്ല. കർത്താവ് കഴിക്കുന്നെങ്കിൽ അവർക്കും കിട്ടും. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും കർത്താവ് ആളുകളെ പന്തിയായി ഇരുത്തി അവരെ 5 അപ്പം കൊണ്ടും 7 അപ്പം കൊണ്ടും ഒക്കെ പോഷിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം അവരെണ്ണിയാണ് കൊടുത്തത്. അതുകൊണ്ട് ആ എണ്ണം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിൽ അവർ കൊടുത്തത് കർത്താവിൻ്റെ കൈകളിലൂടെ കയറി ഇറങ്ങി തിരിച്ചവരുടെ കയ്യിലേക്ക് കൈമാറി കഴിഞ്ഞപ്പോൾ കൊടുത്തതുപോലെയല്ല തിരിച്ചു കിട്ടിയത്. അത് അസാധാരണമായ ഒരു വർധനവിലേക്ക് പോയതായി നമ്മൾ കാണുന്നു. കർത്താവ് പറഞ്ഞിട്ടിരുന്ന എല്ലാവരും തൃപ്തരായി. പിന്നെ കൊടുത്തവന്റെ തലയിൽ കയ്യിലാ കൊടുത്തതെങ്കിൽ തിരിച്ച് പന്തിഭോജനം കഴിഞ്ഞപ്പോൾ കൊട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ട് പോകാനുള്ളതാ കൊടുത്തത്. സോ ഇൻവെസ്റ്റിംഗ്, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എവിടെ എന്ത് ചെയ്താലും ഒരിക്കലും ദൈവം കടക്കാരനല്ല എന്നുകൂടെ നിങ്ങൾ ഓർക്കണം. അതിനൊരു വേദഭാഗം കൂടെ അതിനോട് ചേർന്ന് വായിക്കുന്നത് യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. വിടുവിക്കപ്പെട്ട ഒരു സമൂഹം, വിളിക്കപ്പെട്ട ഒരു സമൂഹം കർത്താവിൻ്റെ കൂടെ ടീം വർക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം
ഒരു നല്ല ബ്ലസ്ഡ് ആയിട്ടുള്ള സഹോദരിമാരുടെ ഒരു ടീം തന്നെ അതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ നല്ല പ്രൈസ് കൊടുത്തവരായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അവർക്കുള്ളതൊക്കെ പലതും വിറ്റ് കർത്താവിന് വേണ്ടി, യേശുവിന്റെ ടീം വർക്കാണല്ലോ, കർത്താവ് ഒറ്റയ്ക്കല്ല ഒരു സ്ഥലത്ത് ചെല്ലുന്നത്, കർത്താവിൻ്റെ കൂടെ എപ്പോഴും 12 പേരുണ്ട്. ഓക്കെ, അത് കൂടാതെ മറ്റ് സഹോദരിമാരുണ്ട്. അപ്പോൾ ഒരു ദേശത്ത് ചെന്നാൽ, ഒരു സ്ഥലത്ത് ചെന്നാൽ എല്ലാത്തിനും ഭക്ഷണപാനീയങ്ങൾക്കും മറ്റ് ചെലവുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് ഒരു പൈസയും ആരുടെയും കയ്യിൽ നിന്നും മേടിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവ് കണക്കും അവരോട് ആരോടും ചോദിച്ചായിട്ട് നമ്മൾ കാണുന്നുമില്ല. പക്ഷേ കർത്താവ് കണക്ക് ചോദിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് കർത്താവിന് കണക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരിക്കൽ ഒരു സഹോദരി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് കാലിൽ പൂശുമ്പോൾ ഈ വെറും ചെലവ് എന്തിന്, ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സഹോദരി, നീ യേശുവിന്റെ കാലയിൽ ഒന്ന് ഒഴിക്കണ്ടായിരുന്നു, അത് ഞങ്ങളുടെ ടീമിൽ ഇഞ്ഞ് തന്നിരുന്നെങ്കിൽ ഞങ്ങളത് വിറ്റോളായിരുന്നു, വിറ്റിട്ട് ആ കാശ് ഞങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരാശയമായിരിക്കാം. പക്ഷേ അപ്പൊ ക്യാഷ് വരുന്നത് ആരുടെ കയ്യിലാണ്? യൂദയുടെ കയ്യിലാണ്. അപ്പോൾ കർത്താവ് മുഷിഞ്ഞിട്ട് ശാസിക്കുന്നുണ്ട്. ഇതെന്റെ ശവസംസ്കാരത്തിനായിട്ട് ചെയ്തതാണ്. എന്നാൽ യേശു പറയുന്നുണ്ട്, ഇത് ദരിദ്രരെ കുറിച്ചുള്ള വിചാര നിമിത്തമല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലാകൊണ്ടും അവൻ പലപ്പോഴായി അതിൽ നിന്ന് എടുത്തു വരിക കൊണ്ട് മാത്രമേ യേശു പറഞ്ഞത് എന്ന് യേശു പറയുന്നു. നോക്കുക, അപ്പൊ അവൻ ആരാണ്? കള്ളനാണ്. അവനാണ് കാഷ്യർ. പിന്നെ കൂടെ കൂടെ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിന്റെ പൈസ കൈയിട്ട് വാരിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവ് ഒരു പ്രാവശ്യം പോലും മിണ്ടിയില്ലല്ലോ. എൻ്റെ മോനെ, നീ എന്തിനാടാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചോ? ഒന്നും യേശു ചെയ്തില്ല. നോക്കുക, അപ്പൊ ടീം വർക്കിലുള്ളതായ മണിയിൽ ഫെയ്ത്ത്ഫുൾ അല്ലാതെ ഇരുന്ന ആളിനെയും യേശു മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിന് ആരുടെയും സിയക്കാരെ സൈൻ ചെയ്ത ഒന്നും യേശുവിന് ആവശ്യമില്ല. ബട്ട് ഗാഡ് ഈസ് വാച്ചിങ്, ഗാഡ് ഈസ് മോണിറ്ററിങ്. നമ്മുടെ എവരി ഏരിയ ദൈവം വാച്ച് ചെയ്യുന്നു. ആമേൻ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നന്നായി കർത്താവിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ മനസ്സുള്ള ഒരു സമൂഹവും ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ യേശുവിന്റെ അരികിൽ വന്നാൽ സൗഖ്യം, യേശുവിന്റെ അരികിൽ വന്നാൽ ഭക്ഷണം. പിന്നെ അശുദ്ധാത്മാവ് ബാധിച്ച ആളുകൾ വന്നപ്പോൾ കർത്താവ് അവരെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തു. എത്ര പഴക്കം ചെന്ന രോഗത്തിന് അടിമയായിരുന്നവരെ പോലും 38 വർഷം രോഗം ബാധിച്ച് ഇരുന്ന മനുഷ്യൻ, അദ്ദേഹം കുളക്കരയിൽ വന്നിട്ട്, ബെഥെസ്ദ കുളക്കരയിൽ വന്നിട്ട് എത്ര കാലമായി എന്നൊന്നും നമ്മൾ കാണുന്നില്ല. അബദ്ധമൊന്നും പ്രസംഗിക്കരുത്. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടന്ന ആളെന്നൊന്നും പ്രസംഗിച്ച് കളയരുത് കേട്ടോ. അവൻ രോഗം ബാധിച്ചിട്ട് 38 years ആയി. വന്നത് എപ്പോഴാണെന്ന് നമ്മൾ അറിയുന്നില്ല. പെട്ടെന്നൊരു സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ച ആളുകൾ കൊണ്ടുവന്നത്. പക്ഷേ കാര്യം നടക്കാതെ വന്നപ്പോൾ കർത്താവ് അവനെ കണ്ടു, അറിഞ്ഞു, കൽപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു, സൗഖ്യമാക്കി. അവൻ കിടന്ന കട്ടിൽ ചുമന്നുകൊണ്ട് പോകാനുള്ള ആരോഗ്യം കൊടുത്ത് അവനെ മടക്കി അയച്ചതായി നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവിന്റെ അരികിൽ വന്നാൽ എത്ര പഴക്കം ചെന്ന വിഷയത്തിനും പരിഹാരമുണ്ട്. കുനിയായ സ്ത്രീയിലുള്ള ആ ദുരാത്മാവിനെ യേശു മാറ്റിയവളുണ്ട് വരുന്നതായി കാണുന്നു. 12 വർഷം രക്തസ്രവ സ്ത്രീയായ ആ ബ്ലീഡിങ് രോഗമുള്ള സഹോദരി ദൈവസഖ്യ. അങ്ങനെ പിന്നെ മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ച യായിറോസിന്റെ മകളുടെ കാര്യം, വിധവയുടെ മകന്റെ കാര്യം, ലാസറിന്റെ കാര്യം, ഇതെല്ലാം നമ്മൾ കാണാനിടയായത്. പ്രകൃതിയിന്മേൽ അധികാരമുള്ള കർത്താവ്, പദാർത്ഥങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവ്. വെള്ളത്തെ കർത്താവ് ഒന്ന് നോക്കിയതേ ഉള്ളൂ, നോക്കിയപ്പോഴേ അതിന് മാറ്റമായി. എന്താ? അതിന് മണമായി, ഗുണമായി, നിറമായി, രുചിയായി, അല്ലേ, സുഗന്ധമായി, എല്ലാം പ്രഷ്യസായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിനെ കിട്ടിയാൽ, രാജാവായാൽ, നമുക്ക് ക്ഷേമരാഷ്ട്രമായിരിക്കും. മരണമില്ലാത്ത, രോഗമില്ലാത്ത, അശുദ്ധാത്മാക്കളില്ലാത്ത, സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു രാഷ്ട്രമുണ്ടാകാൻ ഇവൻ തന്നെ നല്ല നേതാവ് എന്നവർ ആഗ്രഹിച്ചിട്ട് യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവർ ആഗ്രഹിച്ചത് എന്തായിരുന്നു? മെറ്റീരിയലൈസ്റ്റിക് ആയിട്ടുള്ള ബ്ലെസ്സിങ് ആയിരുന്നു, ഭൗതികമായ വിടുതലായിരുന്നു. സഹോദരങ്ങളെ, രോഗസൗഖ്യം കിട്ടിയിട്ട് ഒരാൾ കർത്താവിലേക്ക് വരിക എന്ന് പറയുന്നത് അടുത്ത രോഗം വന്നു കഴിയുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവവചനം ഉള്ളിൽ രൂപാന്തരം വരുത്തിയ ശേഷം കർത്താവുള്ളിൽ ഉരുവായ ആ ഒരു വീണ്ടും ജനനത്താൽ യേശുവിന്റെ കൽപ്പനകളെ പൂർണ്ണ ഹൃദയത്തോടെ ഉൾക്കൊണ്ട് അനുഗമിക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ദൈവം നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നാം ജോലി മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ ദിശാബോധം ദൈവം നമുക്ക് നൽകും. മുന്നോട്ട് എത്ര പ്രായമുള്ളവരാണേലും പിന്നെയും പഠിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവം അതിന് നിങ്ങളെ സഹായിക്കും. എങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ സുഗമമായി മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ, ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ വിജയകരമായി നടത്തുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നതും വേർതിരിക്കുന്നതിൻ്റെ പിറകിലുള്ള ശരിയായ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ലക്ഷ്യം തെറ്റിയ മനുഷ്യരെ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകൾ വരുന്നത്. പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ശിഷ്യരാകുക എന്നുള്ളതും ശിഷ്യരാക്കുക എന്നുള്ളതുമാണ് പ്രധാനമായ വിളിയുടെ ഉദ്ദേശം. ഒന്ന്, ശിഷ്യരാകുക. രണ്ട്, ശിഷ്യന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിന്റെ കൂടെ നടന്നെങ്കിൽ യേശുവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. യേശുവിന്റെ കൂടെ നടന്നെങ്കിൽ മാത്രമേ യേശുവിനെ പോലെയാകാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രധാനമായി നാം മനസ്സിലാക്കിയത് എന്താണ്? ശിഷ്യരാകുക, ശിഷ്യന്മാരാക്കുക. അപ്പൊ ഈ ശിഷ്യത്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 5 വിധത്തിലുള്ള അതേ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്നു. അത് എഫെസ്യ ലേഖനം 4-ാമത്തെ അധ്യായം പൗലോസ് അത് വ്യക്തമാക്കുകയാണ്. 11 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തോലന്മാരായി, Ephesians chapter 4 verse 11 to read. Yes, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നോക്കുക, അപ്പോൾ 5 ഓഫീസസ് അവിടെ നമ്മൾ കാണുകയാണ്. എന്തൊക്കെയാണ്? അതെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. 5 വിധത്തിലുള്ള മിനിസ്ട്രിക്കായിട്ടുള്ള കോളിങ്, 5 വിധത്തിലുള്ള ശുശ്രൂഷ രീതികളെ കുറിച്ച് വ്യക്തമായി നമ്മൾ കാണുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒന്ന് കാണാതെ ഇപ്പോൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. ഒന്ന്, അപ്പോസ്തോലന്മാർ, പിന്നെ പ്രവാചകന്മാർ, പിന്നെ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. യെസ്. അപ്പൊ നോക്കുക, അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. അപ്പൊ നമ്മൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. വരുന്ന ഒരു ദിവസത്തെ സെഷനിൽ നാം യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസങ്ങൾ തരുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം, ശരിക്കും പ്രാർത്ഥിക്കണം. കാരണം 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ശരിയായ ഒരു ഉൾക്കാഴ്ച അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ദൈവം നൽകണം. ടീനേജ് ടൈം ആകുമ്പോൾ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ഥിരതയോ സ്ഥായിയായ ചിന്തയോ അവർക്കില്ലാതെ പോകുന്നുണ്ട്. കൂട്ടുകാരൻ ഏതിനു പോകുന്നു അതിന്റെ പുറകെ പോകും, കൂട്ടുകാരി ഏതിന്റെ പുറകെ പോകുന്നു അതിന്റെ പുറകെ പോകും. ആ കോഴ്സ് അവരെടുക്കുന്നെങ്കിൽ ഇവരും അതെടുക്കും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. ഓരോ കുഞ്ഞുങ്ങളിലുമുള്ള കഴിവും അവരെക്കുറിച്ചുള്ള ദൈവഹിതവും നമ്മൾ തിരിച്ചറിയേണ്ടതിനായി ദൈവം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ശരിയായ നിലയിൽ കോൺഫിഡൻസ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞാൻ ദൈവവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളോട് വളരെ താഴ്മയോടെ ഒരു കാര്യം ഓർപ്പിച്ചുണർത്തുകയാണ്. നിങ്ങളുടെ ഇഷ്ടം കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. മറിച്ച് ദൈവ ഇഷ്ടത്തിനായ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഓരോരുത്തരും യുണീക്കാണ്. അതുകൊണ്ട് ചില ആളുകളുടെ ആഗ്രഹം, അപ്പോൾ അതിന് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പാസ്റ്ററെ, അപ്പൊ എൻ്റെ ഉള്ളിൽ ദൈവം ഒരു ആഗ്രഹം തന്നു, ആ ആഗ്രഹം അനുസരിച്ച് എൻ്റെ കുഞ്ഞായി തീരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തെറ്റാണോ? ഒരിക്കലുമല്ല. ദൈവം നിങ്ങളുടെ ഉള്ളിൽ
പ്രകാശിപ്പിച്ചു തന്ന ആഗ്രഹം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ആഗ്രഹം ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ളതാണ് എങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയും, മമ്മി എനിക്ക് ഇങ്ങനെ ആകണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്കതിൽ ഉറയ്ക്കാൻ പറ്റും. ആ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ഉണർത്തുകയും അവർക്കൊരു ഉറപ്പ് നൽകുകയും ചെയ്യും. അവർ ആ മേഖലയിൽ ശോഭിക്കാൻ ഇടയായി തീരുകയും ചെയ്യും. പ്രൈസ് ഗാഡ്. അപ്പോൾ നമ്മളിവിടെ കണ്ടു അപ്പോസ്തോലികമായ ഒരു ശുശ്രൂഷയ്ക്കുള്ള വിളി, പിന്നെ പ്രവാചക ശുശ്രൂഷയ്ക്കുള്ള വിളി, പിന്നെ സുവിശേഷകനായിട്ടുള്ള വിളി, പിന്നെ ഇടയനായിട്ടുള്ള വിളി, പിന്നെ ഉപദേഷ്ടാക്കന്മാരായിട്ടുള്ള വിളി. പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ഈ 5-ൽ ഏതിലാണ് നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് നിങ്ങൾ അപ്പോസ്തോലികമായൊരു മിനിസ്ട്രിക്ക് വിളിക്കപ്പെട്ടിരുന്നിരിക്കട്ടെ, നിങ്ങൾ ഓർത്തുകൊള്ളണം, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനാണ് എൻ്റെ കർത്താവ്. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം എന്ത് പറയുന്നു? അതുകൊണ്ട് വിശുദ്ധന്മാരെ, ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നാം സ്വീകരിച്ചു പറയുന്ന എന്താ? അപ്പോസ്തലനായ നമ്മുടെ കർത്താവ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനായ ആണ് നമ്മുടെ കർത്താവ്. ഇനി പ്രൊപ്പറ്റിക്കലായിട്ടുള്ള മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, ഓർത്തുകൊള്ളണം, നമ്മുടെ കർത്താവ് പ്രവാചകന്മാരുടെ പ്രവാചകനാണ്. ലൂക്കോസ് 24-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, അതുപോലെ യോഹന്നാൻ 4:19, അപ്പോസ്തല പ്രവൃത്തി 3:22 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ. ഇവിടെയെല്ലാം നാം കാണുന്നത് കർത്താവ് ഒരു പ്രവാചകനായിട്ട്. നമുക്കറിയാം, ശമരിയക്കാരത്തിയായ സഹോദരി പറയുകയാണ്, യജമാനനെ അവിടുന്ന് ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ പ്രൊപ്പറ്റിക്കൽ മിനിസ്ട്രിക്കായിട്ട് കോളിംഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓർത്തുകൊള്ളണം, നിങ്ങളുടെ മുകളിൽ പ്രവാചകന്മാരുടെ പ്രവാചകനാണ് എൻ്റെ കർത്താവ് എന്ന് അറിയണം. 3-ാമതായി നമ്മൾ കാണുന്നത് സുവിശേഷകൻ എന്ന നിലയിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം എന്തെഴുതിയിരിക്കുന്നു? ദരിദ്രന്മാരോട് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, സുവിശേഷകന്മാരുടെ സുവിശേഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അടുത്തത് ഇടയ ശുശ്രൂഷയ്ക്കാണ് നിങ്ങൾക്ക് വിളിയെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊള്ളണം. യോഹന്നാൻ 10-ാം അധ്യായം 2-ാം വാക്യം, എബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാം വാക്യം, 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യം. അവിടെ കർത്താവ് എന്താണ് പറയുന്നത്? ഞാൻ നല്ല ഇടയനാകുന്നു. ഇടയനുണ്ട്, നല്ല ഇടയനുണ്ട്, ശ്രേഷ്ഠ ഇടയനുണ്ട് എന്നൊക്കെ ബൈബിൾ വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ 1 പത്രോസ് 5:4 എന്താ പറയുന്നത്? എന്നാൽ ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ നമ്മൾ ഇടയ ശുശ്രൂഷയ്ക്കാണ് വിളിയെങ്കിൽ അതേ ശ്രേഷ്ഠ ഇടയനായ ആമേൻ ഒരിടയൻ എൻ്റെ മുകളിലുണ്ട്. അല്ലെ, ഇടയന്മാരുടെ ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മറ്റൊന്ന് ഉപദേഷ്ടാവ്. അപ്പോൾ എത്ര നോളജുള്ള ആളാണെങ്കിലും അറിവുള്ള ആളാണെങ്കിലും നമുക്ക് ചില സമയത്ത് തോന്നും, ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് 4 ഡോക്ടറേറ്റ് എടുത്തവരെ പരിചയമുണ്ട്. അപ്പോൾ ഈ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അറിയാം എന്നുള്ള തോന്നൽ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഓർത്തുകൊള്ളണം, അവര് കണ്ടെത്താൻ ശ്രമിച്ചതും അവർക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചതുമായ ആ വിഷയത്തിൽ അവർ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അവരന്വേഷിച്ചത്, കണ്ടെത്തിയത്, മനസ്സിലാക്കിയത്, ഗ്രഹിച്ചത്, അവർ പ്രാക്ടീസ് ചെയ്യുന്നതായ കാര്യങ്ങളിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ അവർക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറയും, മേത്തോ അൺപടെ, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്ന്. നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഊഹാഭോഗത്തിൽ ഒരിക്കലും
നമ്മൾ ഉത്തരം പറഞ്ഞ് കർത്താവിന്റെ തിരുനാമം ദുഷിക്കപ്പെടുവാൻ ഇടവരരുത്. നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ അവരോട് പറയണം, ഞാൻ ഈ കാര്യം ഇപ്പോഴാണ് കേൾക്കുന്നത്, ഇതിനെക്കുറിച്ച് എനിക്ക് വേണ്ട അറിവില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരു ശരിയായ മതിപ്പ് തന്നെ അവർക്കുണ്ടാക്കണ്ടോ? ചാടിക്കേറി ഉത്തരവൊന്നും പറഞ്ഞില്ല. നമ്മളുടെ മാർഗത്തെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ ഉപദേശത്തെക്കുറിച്ചോ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചോ എന്ത് ആളുകൾ ചോദ്യം ചെയ്താലും അവരോട് തക്കതായ ഉത്തരം പറയാൻ നമ്മൾ പ്രാഗൽഭ്യത്തോടെ ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ തർക്കിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ആ ശീലം നമുക്കില്ല, ദൈവസഭയ്ക്കുമില്ല എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സദൃശവാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ തർക്കത്തിനു മുമ്പ് കലഹത്തിനു മുമ്പ് തർക്കം നിർത്തിക്കളയുക. തർക്കിക്കുന്നവൻ അത് മടപൊട്ടി ഒഴുകുന്ന വെള്ളത്തിന് സദൃശ്യമാണ്. അതുകൊണ്ട് തർക്കവാദങ്ങളെല്ലാം കഴിവ് നിർത്തുക. എന്നാൽ ശരിയായ നിലയിൽ അന്വേഷിച്ച് ആഗ്രഹിച്ച് ഗ്രഹിക്കാൻ വരുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രാർത്ഥനാപൂർവം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉപദേഷ്ടാവ് എന്ന് തോന്നുമ്പോൾ, സഭയുടെ മേലധ്യക്ഷന്മാർ എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും എല്ലാം അറിയാവുന്ന ആളായിരിക്കും അദ്ദേഹം. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഈവൻ സ്കോളേഴ്സിന്റെ പേരിന്റെ അർത്ഥം പോലും ശരിക്കും സ്കൂളേഴ്സ് എന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെന്നാണ്. നമ്മളൊന്നും പഠിച്ചു തീർന്നിട്ടില്ല. എവ്രിഡേ വി ആർ ലേണിംഗ്. എല്ലാ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്. മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരികിൽ രാത്രിയിൽ അതേ പണ്ഡിതനായ ആ കാലഘട്ടത്തിലെ ധനവാന്മാരിൽ ഒരുവനായിരുന്ന നിക്കോദിമോസ് യേശുവിന്റെ അരികിൽ വന്നു. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, അദ്ദേഹം വൃദ്ധനാണ്, കർത്താവിന് 10-32 വയസ്സേ ആ സമയമുള്ളൂ. ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ എല്ലാവരും അറിയുന്നു. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്നത് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ സന്നിധി സംഘത്തിലുള്ള പരീശന്മാരുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും കാര്യം മനസ്സിലായി, ഇവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഒന്നും ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അവിടെയെങ്കും ആ കാലഘട്ടത്തിൽ ഒരു പുരോഹിതനും പ്രാർത്ഥിച്ചും ഒരു മാറാരോഗം മാറിയിട്ടില്ല. ഒരു ശാസ്ത്രിയും പ്രാർത്ഥിച്ച് ഒരു അശുദ്ധാത്മാവ് വിട്ടുപോയിട്ടില്ല. അവർക്കറിയാം ഭൂതമുണ്ട് എന്നുള്ള കാര്യം അറിയാം, രോഗാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ആ കർത്താവിന്റെ ശുശ്രൂഷയെ പോലും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞ അവന് ഭൂതമുണ്ട്, ബെൽസബൂലിനെ കൊണ്ടാണ് ഇതൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഇത്രയും മിനിസ്ട്രിയൊക്കെ കർത്താവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പുരോഹിതന് പല മഹാപുരോഹിതന്മാർ അവിടെ ഉണ്ട്. പുരോഹിതന്മാരുടെ കൂട്ടം തന്നെ വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്, റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലയത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ജനം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇന്നും പല സഭകളിൽ ഇത് തന്നെയല്ലയോ? മെയിൻ ലൈൻ ചർച്ചുകളിൽ, പാരമ്പര്യ സഭകളിൽ എല്ലാം റൊട്ടീനായി സഭായോഗങ്ങൾ നടക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, കരിസ്മാറ്റിക് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. പലതും പേരുകൊണ്ട് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ആമേൻ, നീറുന്ന പ്രശ്നങ്ങളുമായി ആലയത്തിൽ വരുന്നവർ അതേ വേദനയിൽ തിരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. ആമേൻ, നാളുകളായി തലമുറയുടെ വിഷയത്തിൽ വെന്തു നീറി ഇരുന്നിട്ടും കൂടൊന്ന് കരയാനോ കൂടൊന്ന് ഇടിവിൽ നിൽക്കാനോ ആ വിഷയമൊന്ന് മനസ്സാലൊന്ന് ഏറ്റെടുത്ത് ഞരങ്ങാനോ കരയാനോ പ്രാർത്ഥിക്കാനോ മനസ്സില്ലാത്ത എത്രയോ നേതൃത്വങ്ങളുണ്ട്, എത്രയോ കൂട്ടുവിശ്വാസികളുണ്ട്. അവരെല്ലാവരും പുതിയ പുതിയ കാര്യങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടത്തിനും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനുള്ള തത്രപ്പാടിലും ഒക്കെ ആയിരിക്കുമ്പോൾ ഞരങ്ങി മുറിവേറ്റ് ഭാരപ്പെട്ട് അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് വളരെ ഭയങ്കരമായ ഉൾമുറിവുകളോട് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിക്കോദിമോസിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ആർക്കും കഴിയത്തോ ഇല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിക്കോദിമോസേ, വളരെ നല്ലൊരു ആശയമാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കാനൊന്നും പോയില്ല. 4 പേര് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ചോ നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചോ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമൊക്കെ തോന്നും. പക്ഷെ കർത്താവ് മനുഷ്യന്റെ മുഖമോ മനുഷ്യന്റെ പ്രശംസയോ മനുഷ്യന്റെ മുഖസ്തുതിയോ ഒന്നും എക്സ്പെക്ട് ചെയ്ത ആളല്ലായിരുന്നു. എന്തുകൊണ്ട്? കർത്താവിന് ചെയ്യാൻ കർത്താവിൻ്റെതായ പ്ലാനുകൾ ഇല്ലായിരുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആമേൻ. ദൈവം വിളിച്ചിറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ പദ്ധതികളുമാണ് അവരുടെ ഇഷ്ടങ്ങളായി ദൈവസന്നിധിയിൽ റിസീവ് ചെയ്യുന്നത്.
ദൈവം വിളിച്ചിറക്കിയ ആളുകളെ കണ്ടിറങ്ങിയ ഒരു വലിയ സമൂഹമുണ്ട്. അത് പിന്നാലെ വരുന്നുണ്ട്, ഞാൻ പങ്കുവയ്ക്കുന്നു. അപ്പോൾ യേശുവിന്റെ അരികിൽ വന്ന നിക്കോദിമോസിനോട് യേശു പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു. 3:3, 5 ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നു. പുതുതായി ജനിച്ചില്ലെങ്കിൽ, ഇത് ആരോടായി പറയുന്നത്? പണ്ഡിതനായൊരു മനുഷ്യനോടാണ്. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ നിന്ന് വെക്കേഷൻ അവധിക്ക് പോയ കുഞ്ഞുങ്ങളോട് ഇവാഞ്ചലിസം പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞു, ആരെ കിട്ടിയാലും നിങ്ങൾ സുവിശേഷം പറയണം. അങ്ങനെ ഒരു പൈതൽ ബസ്സിൽ കയറി ഒരു നീണ്ട യാത്രയായി. അപ്പോൾ അദ്ദേഹം അടുത്തിരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യനെ കിട്ടി. ഈ ചെറുപ്പക്കാരനായ യുവാവ് സുവിശേഷം പങ്കുവെക്കാൻ തുടങ്ങി. മനസ്സിൽ ആവശ്യത്തോടെ എല്ലാം പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ഒരു സ്ഥലത്തിറങ്ങി. എന്നിട്ട് ഇദ്ദേഹം രക്ഷിക്കപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. എന്നിട്ട് അവസാനം കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നു സാറേ, കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. സാർ, ഇത്രയും ഞാൻ പറഞ്ഞിട്ടും സാറിന് ഒരു മനസാക്ഷി ഇല്ലല്ലോ യേശുവിനെ ഒന്ന് സ്വീകരിക്കാൻ. അപ്പൊ തോളെ തട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ സെമിനാരി പഠിപ്പിക്കുന്ന ഒരു സാറാമാൻ. അന്നേരെ ഓടിക്കിടക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ പറയുന്ന അബദ്ധങ്ങളും ഉണ്ട്. ആവേശത്തെ അഭിനന്ദിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ്, ഇതാ നീ പുതിയതായി ജനിക്കണം. പുതിയതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റുകയില്ല. പരീശനാണ്, അവരുടെ ഇടയിലെ അഗ്രഗണ്യനായ മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അറിവ് ധാരാളം ഉണ്ടായിരുന്നു, എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലായിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലായിരുന്നു. നമ്മുടെ പല ഇതര ക്രൈസ്തവ സഭകളുടെ ആളുകൾ എത്രയോ കുട്ടി ദൈവങ്ങളായി ലോകം കാണുന്ന ആളുകളുടെ അരികിൽ പോയിട്ട് അവിടെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം വലിയ ഭാരങ്ങൾ തോന്നാറുണ്ട്, എത്രമാത്രം വേദനകൾ തോന്നാറുണ്ട്, എത്രമാത്രം മുറിവുകൾ ഉണ്ടാകാറുണ്ട്. സഹോദരങ്ങളെ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്നുള്ള പഴഞ്ചൊല്ല് പോലെ അല്ല. എവിടെയായിരുന്നാലും ദൈവം നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം പോകുവാൻ ആരംഗീകരിച്ചോ അംഗീകരിച്ചില്ലയോ, ആര് ചേർത്ത് പിടിച്ചോ ചേർത്ത് പിടിച്ചില്ലയോ, ആരൊറ്റപ്പെടുത്തിയോ അംഗീകരിച്ചോ, ഡസൻ മാറ്റർ. കോളിങ്ങിൽ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ പണ്ഡിതനാണെങ്കിലും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ പോയി. അപ്പോൾ അറിവുള്ള ആളാണെങ്കിലും ചില സമയത്ത് അവർ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പരിചയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയോ ഒക്കെ തലത്തിൽ വെച്ച് നമ്മൾ ആളുകളെ അളന്നു ഫോളോ ചെയ്യാൻ പോകരുത്. പ്രത്യുത വിളി വ്യക്തമാണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം പഴയ നിയമത്തിൽ ധാരാളം ആളുകളെ വിളിച്ചു. ദൈവം നോഹയെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു, യാക്കൂബിനെ വിളിച്ചു, യോസഫിനെ വിളിച്ചു, മോശയെ വിളിച്ചു. ഇവിടെ എല്ലാം വേദഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു വരുന്നില്ല. യോശുവയെ വിളിച്ചു. പിന്നീട് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പലരെയും തമ്പുരാൻ വിളിക്കുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ശമൂവേലിനെ വിളിക്കുന്ന പല പ്രാവശ്യം വിളിക്കുന്നു. വിളിക്ക് പ്രായവ്യത്യാസമൊന്നുമില്ല. യിരെമ്യാവിനെ വിളിച്ചത് വളരെ കുഞ്ഞു പ്രായത്തിലാണ് വിളിച്ചത്. ബാലനായിരുന്നപ്പോഴാണ് വിളിച്ചത്. ഒരാളെ അത്തിപ്പഴം പറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ്, കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചു. ഒരാളിനെ ആട്ടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു. മോശയെ ആട്ടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു. അബ്രഹാമിനെ 75-ാമത്തെ വയസ്സിൽ വിളിച്ചു. കാലേബ് 80-ാമത്തെ വയസ്സിൽ ഹെബ്രോൻ മല വെട്ടിപ്പിടിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരെയും ഓരോ സമയത്താണ് വിളിക്കുന്നത്. 3-ാം മണി നേരത്ത്, പുതിയ നിയമ വെളിച്ചത്തിൽ 3-ാം മണി നേരത്ത് വിളിക്കപ്പെട്ടവരുണ്ട്, 6-ാം മണി നേരത്ത് വിളിക്കപ്പെട്ടവരുണ്ട്, 9-ാം മണി നേരത്ത് വിളിക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവിന് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പ്രിയാഞ്ചു ടെസ്റ്റ് മണി പറഞ്ഞല്ലോ, അവര് ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ദൈവത്തിന്റെ ഒരു പർപ്പസിലേക്ക് കൊണ്ടുപോയി എന്ന്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ലവ്ലി സിസ്റ്റർ
പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അതെ, എത്ര തീഷ്ണതയേറിയ അനുഭവങ്ങളാണ് നമ്മുടെ വേദവിദ്യാർത്ഥികളിൽ ഓരോരുത്തരിലും ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോമിലൂടെ പല ആളുകൾക്കും ഒരു പരിശീലനം ലഭിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നൽകുന്ന അവസരത്തെയും ഓർത്ത് ഞാൻ നന്ദിപൂർവ്വം ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ലക്ഷ്യം തെറ്റിയ മനുഷ്യരുണ്ട്. ഏലിശായുടെ അതേ ശിഷ്യനായിരുന്ന ഗേഹസി, ഏലിശായുടെ ശിഷ്യനായിരുന്ന ഗേഹസി, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ഏലിശ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ഒരിക്കൽ നയമാൻ താനെ പരാക്രമശാലിയാണ്, പക്ഷേ ഒരു മാറാരോഗത്തിന് അടിമയായിരുന്നു. എന്തായിരുന്നു തന്റെ രോഗം? കുഷ്ഠം. സമൂഹത്തിൽ നിന്ന് അവഗണിക്കുന്നതാണ്. പക്ഷെ അരാം രാജാവിന് ഈ ഇദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് കുഷ്ഠരോഗിയായിരുന്ന നയമാൻ കേൾപ്പാനിടയായി തീർന്നു ഒരു സാക്ഷ്യം, ചെറിയൊരു സാക്ഷ്യം. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമ പെൺകുട്ടി യജമാനന്റെ രോഗം കണ്ടപ്പോൾ യജമാനത്തിയോട് പറയുകയാണ്, ഇതാ ഏലിശയുടെ അരികിലേക്ക് ഒന്ന് ചെല്ലാമെങ്കിൽ സൗഖ്യമായി. നോക്കുക, വീട്ടിൽ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ സാക്ഷ്യം പരാക്രമശാലിയായിരിക്കുന്ന നയമാനെ ഒരു ദൈവദാസന്റെ അരികിലേക്ക് കൊണ്ടുപോകാനിടയിൽ. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അവസരോചിതമായി പങ്കുവെക്കുമ്പോൾ ചിലരുടെ മാറാരോഗം മാറാൻ ദൈവം ആ സാക്ഷ്യമായിരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യം എവിടെ അവസരം കിട്ടിയാലും പരിശുദ്ധാത്മാ പ്രേരണ നൽകുന്നത് പോലെ നിങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അവരുടെ ഉള്ളിൽ അതിനെ ആ ഒരു വാക്കിലൂടെ ആയിരിക്കും ആ കുടുംബത്തിന്റെ തകർച്ച മാറുന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് രഥത്തിൽ വരുന്നത്. അദ്ദേഹം മതിയായ വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എല്ലാം ശേഖരിച്ചു വരുമ്പോൾ, താനെ രഥത്തിൽ വരുമ്പോൾ തൻ്റെ മനസ്സിലെ ആഗ്രഹം ഇങ്ങനെയാണ്: ഞാൻ അരാം രാജാവിന്റെ സൈന്യാധിപനാണ്, അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടെ അദ്ദേഹം പുറത്തിറങ്ങി വന്ന് എന്റെ മേൽ ഇങ്ങനെ കൈ, അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ആട്ടി ആട്ടി സൗഖ്യമാക്കുമെന്ന ഭാവനയിലാണ് ചെന്നത്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ ലോകപ്രകാരമുള്ള ഭൗതിക മേഖലയിൽ നിങ്ങൾ ഏത് റാങ്കിലാണ് ഇരിക്കുന്നതൊന്നും ദൈവത്തിന് വിഷയമല്ല. പ്രൈസ് ഗോഡ്. അവിടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവിടെ എഞ്ചിനീയർ എന്നോ ഡോക്ടർ എന്നോ കമ്പനിയുടെ ഫൗണ്ടർ എന്നോ അല്ലെങ്കിൽ വാച്ച്മാൻ എന്നോ ഒന്നും ഡസന്റ് മാറ്റർ. അതെല്ലാം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളും നിങ്ങൾ കൊടുത്ത വിലയും കഠിനാധ്വാനവും പരിശ്രമത്തിലും ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന നീതിയുടെ ഭാഗമായ നന്മകളാണ്. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇതിനൊന്നും പ്രത്യേകമായി എടുത്തു പറഞ്ഞുള്ള കണക്ക് പറച്ചിലോ ദൈവത്തിന് അങ്ങനെ ഒരു ബഹുമാനം തരലോ ഒന്നുമില്ല. ആമേൻ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നാം ദയാതൽപരരായിരിക്കാനും. മീഖായുടെ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാം വാക്യം ഒന്ന് എടുത്തു വായിച്ചാട്ടെ. മീഖ 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്തെഴുതിയിരിക്കുന്നു അടുത്തത്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരരായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നോക്കുക. അപ്പോൾ ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, ദൈവസന്നിധിയിൽ വരുമ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവം ചോദിക്കുന്നത് ഇത് മാത്രമാണ് എന്നുള്ള ബോധ്യം ദൈവസന്നിധിയിൽ വരുമ്പോൾ കൃത്യമായി നമുക്കത് ഉണ്ടായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ നയമാൻ ഏലിശയുടെ അരികിൽ വരുമ്പോൾ ഗേഹസിയെ പറഞ്ഞു വിടുകയാണ്, ഇതാ അരാം രാജാവിന്റെ സൈന്യാധിപനായിരിക്കുന്ന നയമാൻ വരുന്നുണ്ട്, നീ അവനോട് പറയണം യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം നീ മുങ്ങണമെന്ന്. സ്തോത്രം. ഇത് കേട്ടപ്പോൾ വചനത്തിൽ വായിക്കുന്നത് നയമാൻ ക്രുദ്ധിച്ചു എന്നാണ് വായിക്കുന്നത്. ക്രുദ്ധിച്ചു. താൻ തൻ്റെ നാട്ടിലുള്ള പുണ്യ നദികളുടെ പേര് പറഞ്ഞ് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കത്തില്ല
ദൈവിക ഇടപെടലുകൾ നടക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ആ സമയത്ത് നമ്മുടെ മനസ്സ് മുഷിഞ്ഞ് നാം പ്ലാൻ ചെയ്തതുപോലെ അല്ലല്ലോ എൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള മുഷിച്ചിൽ നമുക്കുണ്ടാകാതെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മളോട് ഹേമിക്കുന്ന കാര്യങ്ങൾ, ദൈവാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്ന കാര്യങ്ങൾ, ദൈവമക്കളെ വിമർശനം കൂടാതെ, സ്തോത്രം, ദൈവസന്നിധിയിൽ പിറുപിറുപ്പില്ലാതെ അത് സ്വീകരിപ്പാൻ തയ്യാറാകണം. പരാക്രമശാലിയുടെ കൂടെ വന്ന ശിഷ്യൻ പറഞ്ഞു, അല്ലയോ യജമാനനെ, വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ അവിടുന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്, ഇതൊരു ചെറിയ കാര്യമല്ലേ, അതുകൊണ്ട് അങ്ങ് അനുസരിച്ചാട്ടെ. ആ ആലോചന നോക്കുക. തക്ക സമയത്തിലെ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ. ഇവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. എന്താണെന്നറിയാമോ? ചില ആളുകൾ കേൾക്കുമ്പോൾ തെറ്റായ ചിന്താഗതി മനസ്സിൽ വന്ന് സംസാരിക്കുമ്പോൾ മമത നിമിത്തം, അവരോടുള്ള മാനസിക അടുപ്പ നിമിത്തം അവരെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടർ ചില ആളുകൾക്കുണ്ട്. അപകടമാണത്. നിങ്ങൾ അവിടെ അവരെ ധൈര്യപ്പെടുത്തുകയല്ല ആവശ്യം, അവര് പറഞ്ഞ തെറ്റായ ഉപദേശത്തെ സപ്പോർട്ട് ചെയ്യല്ല ആവശ്യം. അവരോട് പറയേണ്ടത്, യജമാനനെ അതല്ല ശരി, ദൈവാലോചനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ധൈര്യം പ്രാപിക്കേണ്ടത്, ദൈവഹിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ മനസ്സ് വെക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തെക്കാൾ ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടാൽ നമുക്ക് ആ അരുളപ്പാട് ദൈവത്തിൻ്റെതാണെങ്കിൽ അനുസരിച്ചാൽ അതിന്റെ നിവൃത്തി കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് നാം അവരെ ആ വിധത്തിൽ ധൈര്യപ്പെടുത്തണം. തെറ്റായ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള ധൈര്യം കൊടുക്കലല്ല ആവശ്യം, ശരിയായ ആശയത്തിന് വേണ്ടി ധൈര്യം കൊടുക്കണം. നമുക്കറിയാം 6 പ്രാവശ്യം മുങ്ങിയിട്ടും റിസൾട്ട് ഒന്നും കണ്ടില്ല, സ്തോത്രം. പക്ഷെ 7ാം പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ തന്റെ ശരീരം ഒരു ബാലന്റെ ശരീരം പോലെ ആയി തീർന്നു. നാം പലപ്പോഴും 30% അനുസരിച്ച് റിസൾട്ട് കാത്തിരിക്കും. കർത്താവൊന്നും ചെയ്തില്ലല്ലോ, സ്തോത്രം. 75% അനുസരിച്ച് കാത്തിരിക്കും. ഞാൻ ഇത്രയും ചെയ്തപ്പോൾ ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഒരു അനക്കവും കാണുന്നില്ലല്ലോ. 90% ചെയ്തിട്ടും പ്രൈസ് ലോർഡ് ഒന്നും കാണുന്നില്ലല്ലോ. 99% വന്നിട്ടും ഒന്നും കാണുന്നില്ലല്ലോ. സഹോദരങ്ങളെ, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ചില മണിക്കൂറുകൾ വേദന സംഭവിക്കാറുണ്ട്. പക്ഷെ പ്രസവം നടക്കുമ്പോൾ ഒറ്റ സെക്കൻഡിൽ കുഞ്ഞു പുറത്തു വരാറുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ടൈം, വിടുതലിന്റെ സമയമാകുമ്പോൾ അത് പുറത്തു വരുന്നത് പോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവ ഇഷ്ടം പൂർണ്ണമായി നാം ചെയ്യുമ്പോൾ, ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന്റെ മഹത്വം കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഈ സൈന്യാധിപൻ വരുമ്പോൾ എന്തെല്ലാം ഓഫറുമായിട്ടാ വന്നത്, എന്തെല്ലാം സമ്മാനങ്ങളുമായിട്ടാ വന്നത്. സൗഖ്യമായി പോയി. പക്ഷേ ശിഷ്യന്റെ മനസ്സിൽ ഭയങ്കര വേദന. എടാ, എന്റെ ഗുരു ഇത്രയും നല്ല ശുശ്രൂഷ ചെയ്തേച്ചൊരു ഓഫറിങ് മേടിച്ചില്ലല്ലോ. ഇതെന്തോ ഒരു ഗുരുവായത്. ഭയങ്കര സങ്കടം. പെട്ടെന്ന് അവര് കൂടാരത്തിലാ താമസിക്കുന്നതെന്ന് ഓർക്കണം. പെട്ടെന്ന് ഗേഹസി അവിടെ നിന്ന് പോകുന്നു. സഹോദരങ്ങളെ, രഥത്തിൽ ദൂരേന്ന് വരുന്ന നയമാനെ കാണാൻ ഏലിശയ്ക്ക് ആത്മാവിൽ കഴിയുമെങ്കിൽ കൂടാരം വിട്ട് നയമാന്റെ പുറകെ പോകുന്ന ഗേഹസിയെ കാണാനും ഏലിശയ്ക്ക് കഴിയുന്നുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് താൻ ഇതൊന്നും വാങ്ങിയില്ല? തന്നെ ദൈവം നിയോഗിച്ചില്ല. തന്നെ ദൈവം പരിശുദ്ധാത്മാവ് തന്നെ നിർബന്ധിച്ചില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതാണ്ട് 90 സർമൺ പറഞ്ഞപ്പോഴും നമ്മള് ഒരു ഓഫറിങ് വേണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു. സഹോദരങ്ങളിൽ, നമ്മുടെ കാര്യങ്ങളെ ഒന്നും അല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്, കർത്താവിന്റെ കാര്യമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മാനുഷികമായ ആഗ്രഹങ്ങളല്ല പ്രസക്തിയായിട്ടുള്ളത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ദാനം, ആരോഗ്യം, ആയുസ്, അതേ കുടുംബജീവിതം, തലമുറ, ജോലി, നന്മ, എവറിത്തിങ് കർത്താവിൻ്റെതാണ്. ഇതൊന്നും നമ്മൾ ജനിച്ചപ്പോൾ നിങ്ങളിപ്പോ ആയിരിക്കുന്ന രാജ്യത്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഒരിക്കലുമില്ല. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് അനുഭവിക്കുന്ന നന്മ നിങ്ങൾ അനുഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇല്ല. ദൈവനീതിയുടെ കൈയാണ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ജയോത്സവമായി നിങ്ങളെ നടത്തുന്നത്. നമുക്കറിയാം, അവിടെ ചെന്ന് പച്ചക്കള്ളത്തരം പറഞ്ഞ് യജമാനായ ഏലിശയുടെ പേരിൽ പച്ച നുണ പറഞ്ഞ് താനെ
സമ്പത്തെല്ലാം കൂടെ മേടിക്കുന്നു, ഓഫറിംഗ് എല്ലാം കൂടെ മേടിച്ച് കൊണ്ടുവന്ന് കൂടാരത്തിൽ വെച്ചിട്ട് നല്ല ശിഷ്യനെ പോലെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, സ്തോത്രം, അതെ, നമ്മൾ കാണുന്നത് എന്താണ്? ഗേഹസിയെ, നീ എവിടെ പോയി? നീ എവിടെ പോയി? അപ്പോൾ താൻ പറയുകയാണ്, എങ്ങും പോയില്ല. താൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ രഥത്തിൽ നിന്നിറങ്ങി നിന്റെ പിന്നാലെ വരുമ്പോൾ, യെസ്, എന്റെ ആത്മാവ് നിന്നോട് കൂടെ വന്നില്ലയോ? അപ്പോൾ ഏലിശ തന്റെ പേഴ്സണലായ ഒരു നീഡിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു വെള്ളിയോ ഒരു പൊന്നോ വസ്ത്രമോ ഒന്നും താൻ മേടിച്ചില്ല. ഞാൻ പറയാറുണ്ട്, ദൈവഹിതമില്ലാത്തതൊന്നും കർത്താവിനെ സേവിക്കുന്ന മക്കളുടെ ഭവനത്തിൽ വരരുത്. നിങ്ങൾക്ക് വേണ്ട. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് ആയുസ്സും ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്ന് നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം, ആമേൻ, നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മ, ആമേൻ, നിങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. ഗേഹസിയോട് പറയുകയാണ്, തോട്ടം മേടിക്കാനും, അതെ, വയലും തോട്ടവും വീടും ഉണ്ടാക്കാൻ ഇപ്പോഴാണോ സമയം? അപ്പോൾ ലക്ഷ്യം തെറ്റിയ ഒരാളാണ്, അല്ലെ? ഇരട്ടിപ്പങ്ക് അഭിഷേകമുള്ള ഒരു നല്ല ഗുരുവിന്റെ ശിഷ്യനായിട്ടിരിക്കുകയാണെന്ന് ഓർക്കണം. സ്തോത്രം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടു. അപ്പോൾ ഏലിശ പറയുകയാണ്, ആകയാൽ ഗേഹസിയുടെ കുഷ്ഠം നിന്നെ വിട്ടുമാറാതെ ഇരിക്കും. ക്ഷണത്തിൽ അവന്റെ ദേഹം വെളുത്തു, അവൻ കുഷ്ഠരോഗിയായി, അവൻ അവിടെ വിട്ടുപോയി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയ മനുഷ്യരെ കാണുമ്പോൾ നാം വളരെ ദൈവസന്നിധിയിൽ ഭയപ്പെടണം. സ്തോത്രം. മോശ ദൈവവിളി ഉണ്ടായി, കർത്താവിനെ അനുഗമിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ശുശ്രൂഷ ചെയ്യുന്നു, തന്നിലൂടെ ഒരു ജനതയെ പുറപ്പെടുവിക്കുന്നു. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് നമുക്കറിയാം, പലരും എഴുന്നേറ്റു. പെട്ടെന്ന് ഒരു ശുശ്രൂഷ വേണമെന്ന് ആഗ്രഹിച്ച് മത്സരിച്ച കോരഹൻ. ഒറിജിനൽ അഗ്നി അവരുടെ കയ്യിൽ ഇല്ല, അവർ അന്യാഗ്നി കത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അണ്ടർ ദി മീറ്റിംഗിന്റെ ഒരു വീഡിയോ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നുന്നു. തേജസ്സിന്റെ സമയം എന്ന് പറയുമ്പോൾ തന്നെ പുറകിൽ നിന്ന് പുക കത്തിച്ചു വിടുക, സ്മോക്ക്. പിന്നെ അതിനകത്ത് തന്നെ ഫയർ ഇറങ്ങാൻ പറയുമ്പോൾ തീപ്പൊരിയെല്ലാം കൂടെ കത്തിക്കുക. എന്താ സഹോദരങ്ങളെ, സ്തോത്രം, ഒറിജിനൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കേണ്ടി വരുമല്ലേ? ഈ ദിവസങ്ങളിൽ എനിക്ക് വളരെ ഭയത്തോട് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, അന്യാഗ്നി കത്തിക്കുന്നവരായിട്ടല്ല. സ്തോത്രം. നിങ്ങളിൽ ആത്മാവിന്റെ തീ ഉണ്ടെന്ന് നിങ്ങൾ വിളിച്ചൊന്നും പറയണ്ട. നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ അടുത്തിരിക്കുന്നവനിൽ ഈ തീ കത്തി പടരുമെന്നുള്ളതാണ്. നിങ്ങളിൽ ആത്മനിറവുണ്ടെന്നൊന്നും പ്രഖ്യാപിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ നിങ്ങളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകേണ്ട ജീവജല നദി ഒഴുകാനിടയായിത്തീരും. അവിടെയെല്ലാം ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പറച്ചിലല്ല ആവശ്യം, നമ്മളിലുള്ളത് ഒഴുകട്ടെ. നമ്മളിലുള്ള ക്രിസ്തു പുറത്തു വരട്ടെ. നമ്മളിലുള്ള ക്രിസ്തുവിന്റെ വെളിച്ചം പുറത്തു വരട്ടെ. നമ്മളിലുള്ള ക്രിസ്തുവിന്റെ ആത്മീയ ഫലങ്ങൾ പുറത്തു വരട്ടെ. നമ്മളിലുള്ള ക്രിസ്തുവിന്റെ ആ സൗരഭ്യവാസന ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞത് സുഗന്ധമായി തീരട്ടെ. നമ്മളിലുള്ള ക്രിസ്തുവിനെ ജനത്തിന് വായിപ്പാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് ലക്ഷ്യം തെറ്റിയ മനുഷ്യർ, അബ്രഹാമിനെ ദൈവം വിളിച്ചു, ആ വിളി കേട്ട് ഇറങ്ങിയവനെ കണ്ടിറങ്ങിയ ലോത്ത് അധിക നാൾ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില വ്യക്തികളെയും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തിമത്യോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാലഘട്ടത്തിൽ നന്നായി ഇറങ്ങിയവർ, പക്ഷേ പിന്നീട് അവർ നല്ല മനസാക്ഷിയൊക്കെ തള്ളിക്കളഞ്ഞു. 1 തിമത്യോസ് 1-ാം അധ്യായം 19-ാം വാക്യം. അവിടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. രണ്ടുപേരുടെ പേര് പറയുകയാണ് അവിടെ. ഹുമനയോസും അലക്സന്തരും ആ കൂട്ടത്തിലുള്ളവരാണ്. നോക്കുക,
നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, നല്ല മനസാക്ഷിയോട് മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ വരാൻ കഴിയുകയുള്ളൂ. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മീയന്മാരുണ്ട്, ജഡീകന്മാരുണ്ട്, പ്രാകൃതന്മാരായ ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരുടെയും പ്രവൃത്തി തീയിലൂടെ ശോധന ചെയ്യും. വെന്തുപോയാൽ അതിന് ഫലമുണ്ടാകുകയില്ല. നാം നല്ല ഡ്രസ് കോഡിൽ, നല്ല സാഹിത്യ പ്രാർത്ഥനയിൽ, നല്ല അവതരണത്തിൽ, നല്ല പ്രസന്റേഷനിൽ, ആളുകളുടെ മുമ്പാകെ ആത്മീയരായി നമ്മൾ വേഷം കെട്ടി നിൽക്കാൻ, സ്തോത്രം, ആരും അക്സെപ്റ്റ് ചെയ്തില്ലേലും, ആരും അടുത്തറിഞ്ഞില്ലേലും, ദൈവസന്നിധിയിൽ ഹന്നയെ പോലെ ഹൃദയം പകരുന്നവരായി, സ്തോത്രം, ശമൂവേലിനെ പോലെ പേർ വിളിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്നവരായി, യിരെമ്യാവിനെ പോലെ നമ്മളെ ഉദരത്തിൽ ദൈവം ഉരുവാക്കി രൂപപ്പെടുത്തുന്നതിന് മുമ്പേ കണ്ടറിഞ്ഞ ഒരു ദൈവമെന്ന് മനസ്സിലാക്കി, ദാനിയേലിനോട് പറഞ്ഞതുപോലെ ഏറ്റവും പ്രിയ പുരുഷ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് പ്രിയ മക്കളായി തന്നെ തുടരുവാൻ, ഈ ഭൂമിയിൽ വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും, സഹോദരങ്ങളെ, വലിയ കാറും വീടും കെട്ടിടവും ഉയർന്ന വിദ്യാഭ്യാസവും ഒക്കെ ദൈവം എല്ലാവർക്കും നൽകട്ടെ. അത് മുഴുവൻ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ അതൊരു വലിയ അബദ്ധമാണ്. സ്തോത്രം. എന്നാൽ ഏറ്റവും വലിയ സമ്പാദ്യം യേശുവിനെ അറിയുന്നതാണ്. നാം അറിഞ്ഞ ക്രിസ്തുവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവും പദവിയും. നിങ്ങൾ എടുത്ത പുസ്തകം നമ്മുടെ മക്കൾ എടുക്കുവാൻ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊള്ളണം. നിങ്ങൾ നിർത്തുന്നിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾ കരഞ്ഞുകൊള്ളണം. നിങ്ങൾ എന്തവർക്കുണ്ടാക്കിയിട്ടാലും, സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളാണ്, യൗവനത്തിൽ കുറവുകൾ സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം, തെറ്റിപ്പോകാം, പല കാര്യങ്ങൾ നടക്കാം. പക്ഷേ എന്നേക്കുമായി അവർ തെറ്റിപ്പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നേക്കും നഷ്ടപ്പെടുവാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നേക്കും അന്യപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും വെട്ടിയെടുത്ത പാറയിലേക്കും തിരിഞ്ഞു നോക്കാൻ തമ്പുരാൻ പറഞ്ഞതുപോലെ അവരെയും കുഴിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയും, അവരെയും വെട്ടിയെടുക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളിലുള്ള അനുഭവം തന്നെ അവരിലും പകരുമെന്ന് ആത്മാവിൽ ഉറച്ചുകൊള്ളണം. ഇനി ഏത് കരിങ്കെട്ടിൽ അവർ കിടന്നാലും, ഏത് വടക്കെട്ടിൽ അവർ കിടന്നാലും, ഏത് കൂച്ചുവലങ്ങിനകത്ത് കിടന്നാലും, 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പുവാതിലും സ്വതവേ തുറന്നു പോയതുപോലെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയും വിഷയങ്ങൾ ദൈവം തുറന്നു പുറത്തു കൊണ്ടുവരും. ആമേൻ. എത്ര വടം പോലുള്ള കെട്ടുകെട്ടിയാലും നിങ്ങളിൽ പകർന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതിൽ തീയിൽ തൊട്ട ചണനൂൽ പോലെ ദ്രവിപ്പിച്ചു കളയുവാനും ദൈവത്തിന് കഴിയും. അവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് ഈ ജീവന്റെ വചനം സകലരോടും അറിയിക്കാൻ പറഞ്ഞതുപോലെ പുറത്തിറക്കേണ്ട സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും എന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ ആളുകൾ ഒരിക്കൽ അനുഗമിച്ചവരാണ്, പക്ഷെ അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 2 തിമോഥെയോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. യെസ്. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. നോക്കുക, ആസ്യയിലുള്ള ജനങ്ങൾ മുഴുവൻ ഒരു പരിധി വരെ തന്നെ വിട്ടുപോയി. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? ഹെർമനഗോസും. ആമേൻ. എന്താ ചെയ്തിരിക്കുന്നത്? ആ കൂട്ടത്തിലുള്ളവരാകുന്നു. നോക്കുക, അപ്പോൾ താൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഒപ്പം കൈയടിച്ചവർ, ഒപ്പം പ്രാർത്ഥിച്ചവർ, ഒരുമിച്ച് ആരാധിച്ചവർ, എല്ലാത്തിനും കൂടെ നിന്ന ആളുകൾ ഇതാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ വിട്ടുപോകുന്നു. സ്തോത്രം. വിശ്വസ്തയോടെ നിങ്ങൾ കരുതുകയും നിങ്ങൾ സ്നേഹിക്കുകയും കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്ത ആളുകൾ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിന് മുറിവുണ്ടാക്കുന്ന വാക്കുകൾ, നിങ്ങളുടെ സകല നന്മകളും തിന്മകളായി അതേ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ദോഷം നിരൂപിക്കുകയും അപവാദം പറയുകയും അതേ നിങ്ങൾക്കെതിരെ തിന്മ പരത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സ് എത്രമാത്രം മുറിഞ്ഞു പോകാറുണ്ടല്ലേ? പ്രൈസ് ഗോഡ്. അതിൽ അധൈര്യപ്പെട്ടു പോകും. എന്നാൽ തൊട്ടു താഴെ നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബം
കർത്താവ് അവർക്ക് കരുണ നൽകുമാറാകട്ടെ. നോക്കുക, അപ്പോൾ ചില ആളുകൾ വിട്ടുപോയി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം തെറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായം 10-ാം വാക്യം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത് അതേ ഗേഗസിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു, അതേ കോരഹിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു, ലോത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ 2 പേരെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. പൗലോസിനെ വിട്ടുപോയ ടീമുകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ അടുത്തത് 2 തിമോഥെയോസ് 4-ന്റെ 10-ാം വാക്യത്തിൽ ഇതാ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. നോക്കുക, ദേമാസ് തന്നെ വിട്ടുപോയി. പക്ഷെ തന്റെ ഉള്ളിൽ എന്താ കയറിയത്? വിട്ടുപോകാനുള്ള കാര്യം എന്താ? പുള്ളിയുടെ കൂടെ നിന്നാൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ല. എടാ, കപ്പൽ കളഞ്ഞേച്ച് ഇറങ്ങി വന്ന് പുള്ളിക്കുള്ളതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേച്ച് അവസാനം ജയിലിൽ കിടക്കുമ്പം ശരിക്കും പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ല. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നീ വരുന്ന സമയത്ത് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ ഒക്കെ കൊണ്ടുവരണേ എന്ന്. സ്തോത്രം. അതിന് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, അതുമായിട്ട് തിമോഥെയോസ് അവിടെ എത്തിയപ്പോഴേക്കും പൗലോസിനെ കാണുന്നില്ല. അപ്പോൾ ഒരു പടയാളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, ഇന്നലെ അവനെ ശിരച്ഛേദം ചെയ്തു. സ്തോത്രം. ആഗ്രഹിച്ച പുതപ്പ് കിട്ടിയില്ല സഹോദരങ്ങളെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്രമാത്രം ദൈവരാജ്യത്തിനു വേണ്ടി പ്രൈസ് കൊടുത്ത അപ്പോസ്തലനായ പൗലോസ് അത് താൻ പറയുകയാണ്, ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി, അവൻ ലോകത്തെ സ്നേഹിച്ചു പോയി. കർത്താവിന്റെ വചനത്തിൽ പറയുന്ന ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവസ്നേഹം വസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ഇനി നോക്കുക, നിങ്ങൾ 2 തിമോഥെയോസ് 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് കാണുന്നു. എന്താണ്? ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് കർത്താവിന് പകരം ചെയ്യും. നോക്കുക, അപ്പോൾ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ വളരെ ദോഷം ചെയ്തു. നോക്കുക, കർത്താവിനെ വിട്ടുപോകുന്ന ജനം, ലക്ഷ്യം തെറ്റിപ്പോകുന്ന ആളുകൾ. സ്തോത്രം. വീണ്ടും നമ്മൾ അതിന്റെ 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഇനി തന്നെ വിട്ടു പോകുക മാത്രമല്ല, ചിലരുടെ വിശ്വാസത്തെ കൂടെ മറിച്ചു കളയുവാൻ ഇവർ ശ്രമം നടത്തിയ ആളുകളെ കുറിച്ചും 2 തിമോഥെയോസ് 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്തെഴുതിയിരിക്കുന്നു? 2-ാം അധ്യായം 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 18. ഹുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടു തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ ആദ്യം കണ്ടത്, അവർ നല്ല മനസാക്ഷി എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു എന്ന് 1 തിമോഥെയോസ് 1:19 കണ്ടു. അവരെ കുറിച്ച് തന്നെ വീണ്ടും പൗലോസ് 2-ാമത്തെ ലേഖനത്തിൽ പറയുകയാണ്, ഇവര് മനസാക്ഷി തള്ളിക്കളയുക മാത്രമല്ല, പിന്നെന്താ ചെയ്തത്? ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എത്രയോ നാളുകളായി ദൈവകരങ്ങളിൽ ഒരു കാലത്ത് ശോഭിച്ച ആളുകൾ ഇന്ന് എത്രയോ ആളുകളാണ് ഈ പെന്തക്കോസ്ത് മാർഗം, ഇതിൽ പോകരുത്, അല്ലെ ഈ വിശ്വാസം സ്വീകരിക്കരുത്, ആമേ ഇതെല്ലാം പൊള്ളയാണ്, ഇതെല്ലാം കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് നിരന്തര യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ലോകത്തിലുള്ള സകല യൂട്യൂബർമാരും ഈ മാർഗത്തിനെതിരെ എഴുന്നേറ്റ് നിന്നാലും, നിങ്ങൾക്കറിയാമോ, ഈ ദിവസങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. മീഡിയയിലുള്ള നിരവധി മെയിൻ ചാനലിലുള്ള ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്താ? പെന്തക്കോസ്തിന്റെ വളർച്ചയെ കുറിച്ചാണ്. നോക്കുക, അപ്പോൾ സ്വജനത്തിന്റെ ഇടയിലുള്ള ആളുകൾ ഈ മാർഗത്തെ ദുഷിക്കാൻ തുടങ്ങുമ്പോൾ തിരുവചനത്തിൽ കാണുന്നു, ഞാൻ ജാതികളെയും കൊണ്ട് അവർക്ക്
എരിവ് വരുത്തും. സ്തോത്രം. തിരുവഴുത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അതെ, ഇത് മാനുഷ്യമെങ്കിൽ അതെ ഇതിനെ തകർക്കാൻ കഴിയും, ഇത് ദൈവികമെങ്കിലോ നിങ്ങൾക്കാർക്കും ഇതിനെ, ഗമാലിയേൽ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുക, നിങ്ങൾക്കിതിനെ തകർക്കുവാൻ കഴിയുകയില്ല, തകർക്കാൻ കഴിയുകയില്ല. 50,000, 60,000, 80,000 പേര് കൂടുന്ന സിഖുകാരുടെ ആരാധന ഇപ്പോൾ പഞ്ചാബിലുണ്ട്. സ്തോത്രം. ലക്ഷക്കണക്കിന് ആളുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതേ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആമേൻ. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞതുപോലെ, ഞാൻ ഈ ദിവസങ്ങളിൽ വേൾഡ് ന്യൂസ് പലതും വാച്ച് ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. ദൈവം സുവിശേഷം ഫലമേൽപ്പിച്ച ആളുകൾ അവിശ്വസ്തരായി, അമ്മേ, സ്വത്തും മുതലും സാമ്രാജ്യവും അവരുടെ സിംഹാസനവും വെക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ചെയ്ത് അമ്മേ, നിഷ്കളങ്കരായ ദൈവമക്കളെ സ്വാധീനിച്ച് വശീകരിച്ച് അവരുടെ മാനുഷിക ഇഷ്ടങ്ങൾ ആത്മീയവൽക്കരിച്ച് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് രാജ്യത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, തീക്കകത്തൂടെ പോകുമ്പോൾ ഇത് വെന്തുപോയാൽ പോയി കാര്യം. സ്തോത്രം. അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് വെള്ളമൊഴിച്ചു, കർത്താവ് വളരുമാറാക്കുന്നു. ഒരുപക്ഷെ ആൻസി നടന്നുണ്ടാകാം. ആമേ, അപ്പുറത്ത് ചിലപ്പോൾ തോമസ് ബ്രദർ ആയിരിക്കും അതിന് വെള്ളം ഒഴിക്കുന്നത്. സ്തോത്രം. ആമേ, ആനി സിസ്റ്റർ അവിടെ വിതയ്ക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ഈ എലിസബത്ത് ആയിരിക്കും അതിന് വെള്ളം ഒഴിക്കുന്നത്. സുബ അവിടെ വിതയ്ക്കുന്നുണ്ടാകും. പ്രൈസ്. അപ്പുറത്ത് ചിലപ്പോൾ അഞ്ചുവായിരിക്കും അതിനെ നനയ്ക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരും ദൈവസന്നിധി വിതയ്ക്കുമ്പോൾ, ജസ്ലി അവിടെ വിതയ്ക്കുമ്പോൾ അപ്പുറത്ത് ആമേൻ സാബു ആയിരിക്കും അതിന് നനയ്ക്കുന്നത്. എന്നെയും നിങ്ങളെയും വ്യത്യസ്തമായ മിനിസ്ട്രിക്കായി, വ്യത്യസ്തമായ കാഴ്ചപ്പാടോട്, വ്യത്യസ്തമായ നിയോഗത്തോട് വിളിച്ചിരിക്കുമ്പോൾ, ലക്ഷ്യം തെറ്റിയ ആളുകളെ കണ്ട്, വഴിത്തലയ്ക്കൽ ക്ഷീണിച്ചു കിടക്കുന്നവരെ കണ്ട് മനസ്സിടിഞ്ഞു പോകാൻ ഒരിക്കലും നമ്മൾക്ക് ഇടവരരുത്. അതുകൊണ്ട് ദൈവം വിളിച്ചിറക്കിയ ആളുകളുണ്ട്, ദൈവം വിളിച്ചിറക്കിയ ആളുകളെ കണ്ടിറങ്ങിയ ആളുകളുണ്ട്. ഒരിക്കലൊരു കൊച്ചാട്ടം പറഞ്ഞ എങ്ങനെയാ, പൊന്നു പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്തേലും പച്ചയും ജീവനും 4 ചില്ലറയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെന്തിക്കോസി വന്നാലേ നടക്കത്തുള്ളുന്ന കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? ഒരു കാലത്ത് ദൈവമക്കളെ എറിഞ്ഞോടിക്കുമ്പോൾ പല ആളുകളും ഈ കാലഘട്ടത്തിൽ അതേ നേട്ടങ്ങൾക്ക് വേണ്ടി, വയറിനും വസ്ത്രത്തിനും വേണ്ടി ഇറങ്ങുന്നവരായി തീരുവാൻ അനേകർ ശ്രമം നടത്തുമ്പോൾ ജീവനെ പിടിച്ചുകൊള്ളുക എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയ ആളുകൾ ആത്മീയ മണ്ഡലത്തിലുണ്ട്. അവരുടെ ലക്ഷ്യം ആമേൻ അവരുടെ ഇഷ്ടങ്ങളായിരിക്കുമ്പോൾ, അതെ, ദൈവം വിളിച്ചവന്റെ ഇഷ്ടം ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അശ്രദ്ധയിൽ ജഡ നഷ്ടപ്പെട്ട ശിംശോനെ പോലെ നമ്മുടെ ജീവിതം ആകാതെ ഇരുപ്പാൻ. ഒരു വാക്കിന്റെ മുമ്പിൽ വഴിത്തലയ്ക്കൽ മതി കർത്താവേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ പോയ ഏലിയാവിനെ നമ്മൾ ഓർക്കണം. എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും മറന്ന് പഴയ വലയും പടകും എടുക്കാൻ പോയ ശീമോനെ നമ്മൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. എടുത്തുചാട്ടത്തിൽ പറ്റിയ പാളിച്ച നിമിത്തം ആമേ തിരികെ വരുവാൻ മടിക്കുന്ന പല ആളുകളും ജീവിതത്തിലുണ്ട്. അരുളപ്പാട് കിട്ടിയിട്ടും ദിശയും ദിക്കും മനസ്സിലാക്കാതെ പോയ യോനയെ മറക്കരുത്. മിഷണറി ആയിട്ടാ വിളിച്ചത്, ആള് ടൂറിസ്റ്റ് ആയിട്ട് അങ്ങ് പോയി, അല്ലേ? പ്രൈസ് ലോർഡ്. തന്റെ പ്രാർത്ഥന മീന്റെ വയറ്റിൽ കിടന്നാണ് പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. വിളി വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ വഴിയും വ്യക്തം ആയിരിക്കും. അതുകൊണ്ട് ആരെല്ലാം വിട്ടുപോയാലും, ആരെല്ലാം മറന്നാലും, ആരെല്ലാം എതിരായാലും, നിങ്ങളെ വിളിച്ച വിളി ദൈവത്തിൽ നിന്ന് കിട്ടിയതാകയാൽ ആ വിളിയുടെ മഹത്വം ഓരോ നിമിഷവും തിരിച്ചറിയും. കർത്താവെ, അയോഗ്യനായിരുന്ന എന്നെ ആമീൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം അതെ ജസ്ലി ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യമുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ രാജാവിന്റെ മോളാണ്, ഞാൻ ഇതുവഴി ഡ്രൈവ് ചെയ്യുക. പക്ഷേ വാട്ട് എ പ്രഷ്യസ് വേൾഡ്. അതെ, അതുകൊണ്ട് സഹോദരൻ, നമ്മൾ ഓർത്തിരിക്കണം, കർത്താവിന്റെ മഹത്വത്തിനായി ഓരോ ദിവസവും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ, നിലകൊള്ളുവാൻ
പരിശുദ്ധാത്മാവ് നമുക്ക് അധികം കൃപയും ബലവും നൽകുമാറാകട്ടെ. സാവു ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം നൽകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ അതിവാത്സല്യമായ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ സന്ധ്യാസമയത്ത് രാവിലെ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് കേൾക്കാൻ തന്ന ഈ വചനം കേൾക്കാൻ തന്ന ഹല്ലേലൂയ എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇപ്പോൾ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം പ്രിയ ദേവദാസനിലൂടെ ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവേ. ഹല്ലേലൂയ. ആരെല്ലാം എതിർത്താലും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും എൻ്റെ യേശു കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ ഹല്ലേലൂയ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതികളെ കൊണ്ട് എരിവ് വരുത്തുന്ന ഒരു സമയമാണിത്. ഹല്ലേലൂയ തിരിച്ചറിയാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളൊന്നുമായിട്ടില്ല, ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലും ദേവദാസനോട് ഇപ്പം കേട്ട ഒത്തിരി വലിയ കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവമേ, ഞങ്ങളെ ഒന്ന് ഉറപ്പിച്ചു നിർത്തണമേ. എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഹല്ലേലൂയ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് വേണ്ടി ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണേ. ഒരുത്തുന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. ഒരിക്കലും അങ്ങ് വിട്ടുപോകല. ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. പൗലോസ് കഷ്ടത അനുഭവിച്ചെങ്കിൽ ഞങ്ങൾക്കത് കഴിയും. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഇരിക്കണേ. ഞങ്ങളെ ബലപ്പെടുത്തണേ. വചനങ്ങൾ ഞങ്ങളുടെ നാവിൽ തരണേ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാവിന്മേലൊന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ. ഞങ്ങളുടെ അശുദ്ധി എല്ലാം ഒന്ന് നീക്കിക്കളയണേ. ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചെയ്യാം. അപ്പം അങ്ങയുടെ വചനം ഞങ്ങൾ പറയാം. ഞങ്ങൾ അനുസരിക്കാം. നിങ്ങളുടെ പരിശുദ്ധാത്മാ പറയുന്ന ഒന്നും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല ഒരിക്കലും. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും, ഞങ്ങൾ ഇന്ന് കേട്ട എല്ലാവരെയും, അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണേ. അല്ലെങ്കിൽ അനുഗ്രഹിക്കുക. പ്രിയ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, ആ വോക്കൽ കോഡ് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തതിനെ നന്ദി പറയുന്നു. കൂടുതൽ ബലപ്പെടുത്തണേ. മുന്നോട്ട് എത്രയോ ക്ലാസ് ഇത് കൊണ്ടുപോകും, അത്രയും ദൈവദാസനെ അത് കൊണ്ടുപോകാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കൂട്ടുദാസിയെ അനുഗ്രഹിക്കണേ. മകന് സൗഖ്യം കൊടുക്കണേ. മോടെ പരീക്ഷ ഏറ്റവും അനുഗ്രഹമായ വിജയം കൊടുക്കണമേ. കൊച്ചു കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. ബാലാരിഷ്ടകളെ എന്നൊക്കെ വിടുവിക്കണമേ. അല്ലെങ്കിൽ ആ പ്രയത്നം എത്രയും വേഗം പണി തുടങ്ങാൻ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥന കേട്ടതിന് ആസ്വാദം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങളെല്ലാവരും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിങ്ങളെ ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.